ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാട്ടോ. ഇത് നമ്മുടെ ദോശമാവ് ബാക്കി വന്നതാണ്. ഇതുകൊണ്ട് നമുക്കൊരു പുതിയ റെസിപ്പി ഉണ്ടാക്കാം. ഇതിലേക്ക് ഇടാൻ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പൊടി ഇട്ട് കൊടുക്കാട്ടോ. നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ട് നമുക്ക് ഇനി അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചെറുപഴ അരച്ചെടുത്താട്ടോ. നമുക്ക് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി 2-3 മണിക്കൂർ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂല വെച്ചിട്ട് മൂലയ്ക്ക് നീക്കാം. ഈ മീൻ ഇന്ന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ പാത്രത്തിൽ മീനിട്ടിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇരിക്കും. ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ABC ജ്യൂസ് കുടിക്കാൻ പോവാണ്. നമ്മുടെ മാവ് നോക്കാം. ഇപ്പം മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേളിൽ ഡെക്കറേഷന് വേണ്ടി ഞാൻ കറുത്ത എള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം.
നമ്മുടെ വട്ടയപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ദമ്പ് പൊടി ആയതുകൊണ്ട് ചെറിയൊരു ഹാർഡ് ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. രാത്രിത്തേക്കുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് മാരിനേറ്റഡ് ചിക്കൻ 65 ആണ്. നമുക്കിനി ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ സുഗുണ ചിക്കന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെടുത്തിട്ടുണ്ട്, നമുക്കിത് പൊടിക്കാം. ഇതിനൊക്കെ ഇടാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രീസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിത് ഇതിൻ്റെ ഐസൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.